ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ പോകുന്നത് പിരമിഡ് വാലി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇത് കനക്പുര റോഡിലുള്ളതാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അറൌണ്ട് 56 കിലോമീറ്റർ ആ ഒരു ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് 10:30 ഇറങ്ങണം എന്നുള്ള പ്ലാനിലായിരുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 11 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെയായിട്ടും വണ്ടിയും കൊണ്ട് കനക്പുര റോഡിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാഫിക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാമെന്ന് പിന്നീട് തോന്നി. പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പം ബാംഗ്ലൂർ മൊത്തം ഇങ്ങനെ പിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു റോഡ് മൊത്തം പിങ്ക് കളർ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നേ. ഇപ്പം ഇവിടെയും സമ്മർ കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായി വരുന്നുണ്ട്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തത്രയും വെയിലും. എന്നാൽ രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തു, കുറച്ച് വാട്ടർമെലൺ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്കും ചൂട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ ഏകദേശം 1.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ആയപ്പോൾ ഒന്ന് വാട്ടർമെലൺ കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് അടുത്താണ്, ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. വരുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. മെയിൻ റോഡ് വരെ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു, കാരണം റോഡൊക്കെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ ഇതുപോലത്തെ ചെറിയൊരു വഴികളാണുള്ളത്. അപ്പോൾ ആ വഴി എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അധിക സമയമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ പോകുന്ന വഴിയിലൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ പിരമിഡ് വാലി ഇന്റർനാഷണൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സിറ്റി തിരക്കിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് ഇവിടെ വരുമ്പം ഫുൾ ചുറ്റും ഗ്രീനറിയാണ്. ഒരു കാടിനകത്ത് നമ്മൾ എത്തിപ്പെട്ട പോലെ ഉണ്ടാവും. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കണ്ടത് റൈറ്റ് സൈഡിൽ ഒരു വാട്ടർഫോൾസ് ആയിരുന്നു. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ആണ് കേട്ടോ. എന്നാലും നമ്മുടെ അവിടെ ചെന്ന ഉടനെ ഇത് കാണുമ്പം ഇതൊരു കാടിനുള്ളിൽ വന്ന പോലെ ഉണ്ടാവും, കാരണം ചുറ്റും ഗ്രീനറിയാണ്. പിന്നെ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ പാർക്കിങ്ങിന് 50 റുപ്പീസ് വാങ്ങിക്കും. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇതൊരു മെഡിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേറൊരു ലോകം കാണാൻ പറ്റും. ഇത്രത്തോളം കാം ആൻഡ് ക്വയറ്റ് ഒരു സ്ഥലം, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. ബിക്കോസ് ഞാൻ ആകെപ്പാടെ എനിക്കറിയാവുന്നത് ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു 1 ഡേ ട്രിപ്പ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നുമല്ല, അതിനും കൂടുതൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. പിരമിഡ് വാലി ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഏകദേശം 28 ഏക്കറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിരമിഡ് സ്ട്രക്ചറിലുള്ള ഒരു മെഡിറ്റേഷൻ സെൻ്ററാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 100 ഫീറ്റ് ഹൈറ്റിലാണ് കേട്ടോ ഈ പിരമിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നതിന് നിങ്ങൾക്ക് റിലീജിയൻ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഏത് റിലീജിയൻ പെട്ട ആളാണെങ്കിലും ഇവിടെ വരുന്നത് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ വിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരാം. അതിന് റിലീജിയൻ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇവിടെ കയറാനായിട്ട് നിങ്ങൾക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് മുമ്പ് കൊടുത്ത ആ ഒരു പാർക്കിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ ഭക്ഷണം ഫ്രീ ആയിട്ടുണ്ട്. 2:30 വരെ കണ്ടാണ് സമയം. അപ്പോൾ അതിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ കഫറ്റേറിയ ഉണ്ട്. അവിടെ ആകുമ്പം ഏത് സമയത്തും ഫുഡുണ്ട്. ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ ഉണ്ട് അവിടെ ദോശ, പിന്നെ അതേപോലെ സാൻഡ്വിച്ച്, ഇങ്ങനത്തെ വെറൈറ്റി സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു മീൽസ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അവരോട് ചോദിച്ചു എവിടെയെങ്കിലും മീൽസ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തൊട്ടപ്പുറത്തുണ്ട് എന്നുള്ളത്. അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഇത് ഫ്രീ ഫുഡാന്ന്. നല്ല വൃത്തിയോടുകൂടിയുള്ള സ്ഥലമാണ് കേട്ടോ. കഴിക്കുന്ന സ്ഥലമാവട്ടെ അല്ലെങ്കിൽ അവർ വിളമ്പുന്നതൊക്കെ ആവട്ടെ എല്ലാം നല്ല വൃത്തിയോടുകൂടി ചെയ്യുന്നുണ്ട്. ഇത് ചോറും രസം, മോരുണ്ടായിരുന്നു, ഒരു തോരനുണ്ടായിരുന്നു.
പൊതുവേ എനിക്ക് രസം അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ആ ഒരു ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രസമാണ്. എനിക്ക് പൊതുവേ രസം അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ ഒരു രസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഫുഡ് മേടിക്കാം. അഥവാ നമുക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ഫുഡ് മേടിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ചോറും രസം പിന്നെ ചോറും മോരും ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചു. ഇനി അതെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഇവിടെ ലോൺ ഉണ്ട്, അവിടെയൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് പിന്നെ ഇതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൈവീശി പോകുന്നതേ ഉള്ളൂ. പക്ഷെ വന്നിട്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ മെഡിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ലേക്ക് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മെയിനായിട്ട് വന്നേക്കുന്ന മെഡിറ്റേഷൻ സെൻറ്ററിലൊക്കെ കയറണം എന്നാണ്. പക്ഷെ തൊട്ടടുത്ത് തന്നെ ലേക്ക് ഉണ്ട്. അവിടെ കായാക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ മീനിനെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അന്നേരമാണ് മോള് പറഞ്ഞത് അവൾക്ക് ബോട്ടിങ്ങിന് പോകണമെന്ന്. എനിക്ക് പൊതുവെ വെള്ളം കണ്ടാൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പൊതുവെ വെള്ളം കണ്ടാൽ തന്നെ പേടിയാണ്. വെള്ളത്തിൻ്റെ അടുത്തൂടെ പോകാൻ പോലും പേടിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ബോട്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 2 പേര് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിങ് ഓപ്ഷനുള്ളൂ. 2 പേര് മാത്രമാണെങ്കിൽ കയാക്കിംഗ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു. ഇത് 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ 400 രൂപയാണ് കേട്ടോ ബോട്ടിങ്ങിന്. അപ്പം ഞങ്ങൾ എന്തായാലും ആ ഒരു ഇതാണ് ചൂസ് ചെയ്തത്, ഈ ഒരു ബോട്ടാണ് ചൂസ് ചെയ്തത്. കയാക്കിംഗ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, 2-3 പേരുള്ളതുകൊണ്ട്. കയാക്കിംഗ് ആണെങ്കിൽ 200 റുപ്പീസാണ്. 20 മിനിറ്റ്സ് ആണ് അവർ നമുക്ക് തരുന്ന സമയം. 20 മിനിറ്റ്സിന് ഇത് വർത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർത്ത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ പൈസ ആവും. ഇതാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പം നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ബോട്ടിങ് ചെയ്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇത് നമ്മൾ പിന്നെ മോൾക്ക് താല്പര്യമുള്ളതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇതും ഓപ്ഷനിലാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മോള് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കായാക്കിംഗ് ആണെങ്കിൽ അവൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടും. കാരണം അവൾക്ക് കായാക്കിംഗ് പൊതുവെ ഇഷ്ടമുള്ളതാണ്. എനിക്ക് പിന്നെ ഏത് കണ്ടാലും പേടി തന്നെയാണ്. ഞാൻ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ആദ്യത്തെ കുറച്ച് സമയം നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇത് ഏകദേശം 15 ഫീറ്റ് ആഴമുണ്ട്. എന്നാലും ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. കുറച്ച് പേടിയൊക്കെ മാറി. അങ്ങനെ ഏകദേശം 20 മിനിറ്റ്സോളം നമ്മൾ ബോട്ടിങ് ചെയ്തു. ടൈം ആകുമ്പോൾ അവർ വിളിച്ചോളൂ കേട്ടോ. ചെറിയൊരു ഏരിയ ആണ്, അങ്ങനെ ഭയങ്കര വലിയ ലേക്കൊന്നുമല്ല. ഇത് മാൻമെയ്ഡ് ലേക്ക് ആയതുകൊണ്ട് അത്ര വലിയ ലേക്കൊന്നുമല്ല, ചെറിയൊരു ലേക്കാണ്. പക്ഷെ എന്നാലും ഒരു നല്ല എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിരമിഡ് മെഡിറ്റേഷൻ സെൻറ്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പിരമിഡ് ഷേപ്പിലുള്ള മെഡിറ്റേഷൻ സെൻറ്റർ കാണാൻ പറ്റുന്നത്. ഇവിടെ 8 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അലൗഡ് അല്ല. നമ്മുടെ മോള് പിന്നെ 8 ഇയേഴ്സ് ആകാറായി. പിന്നെ അവൾ കുറച്ചും കൂടി പക്വതയുള്ള കുട്ടിയാണ് കേട്ടോ. അവളോട് സൈലൻ്റ് ആയിട്ട് ഇരിക്കണേന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു 8 ഇയേഴ്സ് ആയിട്ടുണ്ട്. കാരണം അവർക്കും ഭയങ്കര ആഗ്രഹം അതിനകത്ത് കയറണമെന്ന്. അപ്പം നമ്മൾ അതിനകത്ത് കയറി. അവിടെ മൊബൈൽ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. കയറി ചെല്ലുമ്പോൾ അവരൊരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു മെഡിറ്റേഷൻ പ്ലേസിലേക്ക് പോകാം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. വെറുതെ പറയല്ല, ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. എന്തോ ഒരു പീസ് ഓഫ് മൈൻഡ് നിങ്ങൾക്ക് അതിനുള്ളിൽ പോയാൽ കിട്ടും. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അത് മേ ബി നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം കൊണ്ടാണോ എന്തോ അറിഞ്ഞിടാ. അവർ എടുത്ത് പറയുന്നുണ്ട് നമ്മളൊരു പ്രത്യേക മന്ത്രമോ കാര്യങ്ങളോ ഒന്നും ചാൻറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ദൈവത്തെയും വിശ്വസിച്ചിട്ട് ആവരുത് അതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ സോളിനെ ഫ്രീ ആക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അതുതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മെഡിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം എന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പം ഇവരുടെ തന്നെ ഒരു ഗോശാല ഉണ്ട്, അതായത് പശു വളർത്തുന്ന സ്ഥലം. അതേപോലെ ഇവർക്കൊരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ മോസ്റ്റ്ലി ഇവിടുത്തെ ഗാർഡനിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്. പിന്നെ ഗോശാലയിൽ ഒരുപാട് പശുക്കളുണ്ട്, കുഞ്ഞു കുഞ്ഞു കിടാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കു ഒന്നും അധികം ഇങ്ങനെ ഇത്ര അടുത്തൊന്നും പശുക്കളെ ഒന്നും കാണാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ പോയിട്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പശുവിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ കയ്യിൽ തരും. താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഫ്രീ ആയിട്ട് ബട്ടർ മിൽക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പശുക്കൾക്ക് ഇതുപോലെ കഴിക്കാനൊക്കെ കൊടുത്തു, പിന്നെ ബട്ടർ മിൽക്കൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡൊണേഷൻ്റെ ബോക്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആരും നിർബന്ധിക്കില്ല, ഒന്നുമില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു കാഫറ്റേറിയ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച ചായ കുടിക്കാം, അതേപോലെ ദോശ എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് അവിടെ പോയപ്പോൾ ആ ഒരു സമയത്ത് ദോശയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സാൻഡ്വിച്ച് മാത്രം മേടിച്ചു, കാരണം ജിജോയുടെ സാൻഡ്വിച്ച് കഴിക്കത്തില്ല. മോൾക്ക് വേണ്ടിയിട്ട് ഒരു സാൻഡ്വിച്ച് കഴിച്ചു, അതിൽ നിന്ന് സാൻഡ്വിച്ച് മേടിച്ചു, അതിൽ നിന്ന് ഒരു പകുതി സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു, ബാക്കി പകുതി മോളും കഴിച്ചു. കാരണം നല്ല ഹെവി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 കോഫിയും ഒരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ലോണിൽ പോയി. അവിടെ പോയി ഇരുന്ന് കുറച്ച് കളിച്ച്, നിങ്ങൾ ഫുഡ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോണിലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനുള്ളിൽ അങ്ങനെ വെയിൽ അടിക്കത്തുമില്ല, കാരണം ഇഷ്ടംപോലെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ എവിടെ അങ്ങനെ അധികം വെയിലൊന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് കണ്ടത് ഈ ഒരു ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ ആ ഒരു ഉള്ളിൽ മൊത്തം കോയിൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, നമ്മൾ എന്തെങ്കിലും വിഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നത് എനിക്കൊരു ചെറിയ ഒരു ഓർമ്മ അതായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു കോയിൻ പുറകിലോട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ അത് ചെയ്തു. പിന്നെ നമ്മളിവിടെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇവിടുന്ന് പോകാം. അത്രത്തോളം കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മെഡിറ്റേഷനാണ് ഏറ്റവും മെയിനായിട്ട്. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും അതിനകത്ത് ഇരിക്കാൻ പറ്റും. ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. അത്രത്തോളം തണുപ്പും ഉണ്ട് അതിനകത്ത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒത്തിരി പോലും ശബ്ദം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഫുഡുണ്ട്. പിന്നെ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പിന് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ടൈമിംഗ് എനിക്കൊന്ന് 6 o'clock ഒക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യുമായിരിക്കും. ബിക്കോസ് നമ്മൾ 6 o'clock വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ പറഞ്ഞു ക്ലോസിങ് ടൈം ആണെന്ന്. എന്നാലും ഒരു 6:10 വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.